السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മുടെ ദർസ് കബൂൽ ചെയ്യട്ടെ. 3 വർഷത്തോളമായി നമ്മൾ വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ, മഹാന്മാരുടെ ഗ്രന്ഥങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്നു. അയ്യുഹൽ വലദ്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അയ്യുഹൽ വലദിൻ്റെ 9ാമത്തെ ദർസ് അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. വളരെയധികം ചിന്തിക്കേണ്ട, നമ്മെ ചിന്തിപ്പിക്കുന്ന വാചകങ്ങളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ നമ്മെ ആലോചനയ്ക്ക് വിടുകയാണ്. അവിടുത്തെ ശിഷ്യനോടുള്ള വാക്കുകളാണെങ്കിൽ പോലും അത് നമ്മോടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഒരുപാട് പഠിച്ചതുകൊണ്ടായോ, പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ മഹാനവറുകൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എല്ലാം ഇൽമ് വേണം, പഠിച്ചതനുസരിച്ച് അമലും വേണം. അള്ളാഹു നമ്മെ ആ കൂട്ടരിൽ പെടുത്തട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ഇന്നലെ ബദരീങ്ങളാണ്ട് വളരെ വിപുലമായി എൻ്റെ വീട്ടിൽ നടന്നു. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിലേക്ക് സഹായിച്ച ഒട്ടനവധി പഠിതാക്കളും അല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളുമുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും ഹിഫ്ളും ഷിഫാഉം നൽകണേ അല്ലാഹ്. ശുദ്ധ റമദാനായതുകൊണ്ട് കുറച്ച് കേൾവിക്കാർ കുറവുണ്ട്, പഠിതാക്കൾ. ഇൻഷാ അല്ലാഹ് ആരും പിന്നോട്ട് പോകരുത്. എല്ലാവരും പഠിക്കണം, ക്ലാസ് കേൾക്കണം. ദീർഘമായൊരു മാസക്കാലം നമ്മൾ ദർസ് ഒഴിവാക്കിയാൽ പിന്നെ എല്ലാവർക്കും മടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് റമദാനിൻ്റെ വിലപ്പെട്ട സമയവും ദർസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുന്നു. ഇന്നി റഅയ്തു ഫിൽ ഇൻജീൽ, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ഇൻജീൽ. ആ ഇൻജീലിൽ ഞാൻ കണ്ടു, അന്ന ഈസാ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ഖാല, അവിടുന്ന് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, മിൻ സഅത്തിൻ യൂളഉൽ മയ്യിത്തു അലൽ ജനാസ, മയ്യത്തിനെ കട്ടിലിൽ വെച്ച സമയം മുതൽ ഇലാ അൻ യൂളഅ അലാ ശഫീരിൽ ഖബർ, ഖബറിൻ്റെ, മയ്യത്തിനെ കട്ടിലിൽ വെച്ചാൽ പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഖബറിലെത്തും. അല്ലാഹ്, എത്ര ചെറുപ്പക്കാരാണ് മരിച്ചു പോകുന്നത്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് തരട്ടെ. അവനെ ഓർക്കുന്ന ആയുസ് അള്ളാഹു തരട്ടെ. ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചോദ്യം എടുത്തു ധരിക്കുകയാണ്. ഇലാ അൻ യൂളഅ അലാ ശഫീരിൽ ഖബർ, ഖബറിൻ്റെ വക്കിൽ എത്തപ്പെടുന്നത് വരെ, യസ്അലുല്ലാഹു ബിഅളമതിഹി മിൻഹു, അള്ളാഹുവിൻ്റെ പ്രതാപത്തോടുകൂടെ ചോദിക്കുന്ന 40 സുആല, 40 ചോദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. ജനാസയെ
മയ്യത്തിനെ ജനാസ കട്ടിലിൽ കിടത്തി ഖബറിലെത്തുമ്പോഴേക്ക് 40 ചോദ്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. യഖൂൽ അവ്വലുഹു, ഒന്നാമത്തത് യഖൂൽ, അള്ളാഹ് ചോദിക്കുന്നു, അബ്ദീ, എൻ്റെ അടിമേ, ത്വഹർത മൻളറൽ ഖൽഖി സിനീൻ, നീ ശുദ്ധീകരിച്ചില്ലേ മോനെ, മൻളറൽ ഖൽഖി, സൃഷ്ടികൾ നോക്കുന്ന ഇടങ്ങളൊക്കെ, സിനീൻ, കൊല്ലങ്ങൾ സൃഷ്ടികൾ നോക്കുന്ന ഇടങ്ങളൊക്കെ നീ ക്ലിയർ ചെയ്തു. വമാ ത്വഹർത മൻളരി സാഅ, ഒരു നിമിഷം പോലും ഞാൻ നോക്കുന്ന സ്ഥലം ശുദ്ധീകരിച്ചില്ലല്ലോ. എന്താണ് പടച്ചവനെ ഈ ചോദ്യത്തിൻ്റെ ഒക്കെ കഴമ്പ്? എന്തൊരു കഴമ്പുള്ള ചോദ്യം! ജനങ്ങൾ നോക്കുന്ന എല്ലാ ഭാഗവും നീ ക്ലിയർ ചെയ്തു. ജനങ്ങൾ നോക്കുന്ന മുഖം നീ മിനുക്കി നടന്നു. ജനങ്ങൾ നോക്കുന്ന മറ്റു ഇടങ്ങൾ ഓരോന്നോരോന്ന് പറയേണ്ടതില്ലല്ലോ. ജനങ്ങൾ കാണുന്ന എല്ലാ ഇടങ്ങളും, കയ്യിൻ്റെ നഖത്തിൽ പോലും നീ വേണ്ടതുപോലെ ചെയ്തല്ലോ. അതിന് കളറുകൾ കൊടുത്തല്ലോ. നിന്റെ മുടി 1-2 നരച്ചപ്പോഴേക്കും നീ അത് കറുപ്പിച്ചല്ലോ. നരക്കുന്നത് നിനക്കെത്ര അരോചകമായി തോന്നി! അങ്ങനെ ജനങ്ങൾ കാണുന്ന എല്ലാ ഇടവും നീ ശ്രദ്ധിച്ചു, ശുദ്ധിയാക്കി, അങ്ങനെ കൊണ്ടു നടന്നു. എന്നാൽ റബ്ബാകുന്ന, നിന്റെ സൃഷ്ടാവാകുന്ന ഞാൻ കാണുന്ന നിന്റെ ഹൃദയം, അത് നീ ശുദ്ധീകരിച്ചില്ലല്ലോ. അവിടെ കെടുമ്പ് മാത്രമല്ലേ ഉള്ളത്? അവിടെ അസൂയ മാത്രമല്ലേ ഉള്ളത്? അവിടെ പക മാത്രമല്ലേ ഉള്ളത്? അവിടെ പോര് കൊണ്ട് നിറഞ്ഞ ഇടമല്ലേ? നീ എന്തുകൊണ്ട് ശുദ്ധീകരിച്ചില്ല? ഈ ചോദ്യം മയ്യിത്താകുന്ന നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. മറുപടി ഉണ്ടാകുമോ നമുക്ക് മറുപടി ഉണ്ടാകുമോ? പ്രിയപ്പെട്ട പഠിതാക്കളെ, ചിന്തിക്കുക, ആലോചിക്കുക, മാറ്റങ്ങൾ തുടങ്ങട്ടെ. വകുല്ലു യൗമിൻ യൻദുറു ഫീ ഖൽബിക്, എല്ലാ സമയത്തും നിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നില്ലേ? യഖൂലുല്ലാഹു തആല, അള്ളാഹു പറയുന്നുണ്ട്, മാ തസ്നഉ ലിഗൈരി, ഞാനല്ലാത്തവർക്ക് വേണ്ടി നീ പലതും ചെയ്തില്ലേ? വഅൻത മഹ്ഫൂഫും ബിഖൈരി, നീയാണെങ്കിലോ എനിക്ക് വേണ്ടി എൻ്റെ ഖൈറ് കൊണ്ടാണ് നീ ജീവിക്കുന്നത്. ഞാൻ ചെയ്തു തരുന്ന ആനുകൂല്യങ്ങളാണ് നീ പറ്റുന്നത്. നിന്റെ സൃഷ്ടാവ് ഞാനായിട്ട് പോലും നീ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തില്ലല്ലോ. നീ ആളുകൾ നോക്കുന്ന ഇടങ്ങളൊക്കെയല്ലേ ക്ലിയറാക്കിയത്? അമാ അന്ത അസമ്മു ലാ തസ്മഅ, നീ ചെവി കേൾക്കാത്ത ബധിരനാണോ, പൊട്ടനാണോ? ഈ ചോദ്യം മയ്യത്തായി കിടക്കുന്ന മനുഷ്യൻ, ആ മയ്യത്തിനെ ജനാസയിൽ മയ്യത്തു കട്ടിലിൽ വെച്ചതിൻ്റെ ശേഷം ഖബറിൻ്റെ വക്കിൽ അവനെ ഖബറിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ആ ഒരിടം, അവിടെ എത്തുന്നതിന് മുമ്പ് 40 ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിൻ്റെ ഗൗരവം എത്രയുണ്ട്! ആ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഗൗരവം എത്രയുണ്ട്! നമ്മൾ എന്തു മറുപടി പറയും? ശരിയല്ലേ ഇത്? അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മോടാണ്. ശരിയല്ലേ? കൃത്യമല്ലേ? നമ്മളുടെ അവസ്ഥ അത് തന്നെയല്ലേ? ഈ ക്ലാസ് എടുക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും അവസ്ഥ ശരിക്കും അത് തന്നെയാണ്. ജനങ്ങൾ നോക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. ചുണ്ടുകൾ പരമാവധി ചുവപ്പ് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി നല്ല രൂപത്തിൽ തന്നെ ആകട്ടെ. ജനങ്ങൾ കാണുന്ന എല്ലാ ഇടങ്ങളും നമ്മൾ ക്ലിയറാക്കി. ജനങ്ങൾക്ക് വേണ്ടി പലതും ഒപ്പിച്ച് പറഞ്ഞു. പക്ഷേ സൃഷ്ടാവ് നോക്കുന്ന കൽബ് വളരെ ചീഞ്ഞ് നാറുന്നതല്ലേ നമ്മുടേത്? വളരെ മലീമസമല്ലേ? ഇഞ്ചീലിൽ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളായിട്ട് അവരുടെ അനുയായികളെ പഠിപ്പിച്ച നമ്പർ 1 ചോദ്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിന് തറക്കണം.
നമ്മുടെ ഹൃദയത്തിന് കൊള്ളണം. എന്നിട്ട് മാറ്റങ്ങൾ തുടങ്ങണം. ഗസാലി ഇമാം അതിനു വേണ്ടിയാണ് അയ്യുഹൽ വലദ് രചിച്ചത്. എത്ര പേരാണ് ഈ കിതാബ് ഓതിയിട്ട്, ഈ കിതാബ് നോക്കിയിട്ട് മാറി ചിന്തിച്ചത്. പടച്ചവനെ, എൻ്റെ കൽബ് പോരില്ലാത്ത കൽബ്, യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അന്ന് അന്ത്യനാളിൽ ഒരു ദിനം, ആ ദിനത്തിൽ പ്രിയപ്പെട്ടവരെ സമ്പത്തുകൊണ്ട് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. വലാ ബനൂൻ, ആൺമക്കളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട്, മക്കൾ മന്ത്രിമാരോ എഞ്ചിനീയർമാരോ വലിയ വലിയ ഉദ്യോഗസ്ഥരോ ഒക്കെ ഉണ്ടായത് കൊണ്ടൊന്നും കഴിയില്ല, രക്ഷപ്പെടില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല ക്ലിയറായ സോഫായ, കുശുമ്പില്ലാത്ത, ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത, പോരില്ലാത്ത, അഹന്തയില്ലാത്ത, കിബറില്ലാത്ത, അസൂയയില്ലാത്ത കൽബ് കൊണ്ട് വന്നവൻ മാത്രം രക്ഷപ്പെടുന്നൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തേക്ക് നമ്മൾ എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, ഏത് രൂപത്തിൽ യാത്ര തുടങ്ങുമെന്ന് പറയാൻ വയ്യ. അല്ലാഹുവേ, ഞങ്ങളെ ഈ വചനങ്ങളെ കൊണ്ട് നന്നാക്കണേ അല്ലാ. കൽബ് ശുദ്ധിയാക്കണം അല്ലാ. പോരില്ലാത്ത, പകയില്ലാത്ത കൽബാക്കി അല്ലാ. നിന്റെ ഏറ്റവും പ്രധാന നോട്ടസ്ഥലമായ കൽബിനെ നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാ. ഒരു മനുഷ്യനോടും സൃഷ്ടികളിൽ ഒരാളോടും ദേഷ്യമില്ലാത്ത രൂപത്തിലുള്ള കൽബ്, ആ കൽബാണ് സലീമായ കൽബ്. റബ്ബേ, ഞങ്ങൾക്ക് ഈ ദർസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ബദരീങ്ങളെ സഹായിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് സലീമായ കൽബ് തരണേ അല്ലാ. സലീമായ കൽബ് തരണേ അല്ലാ. സലീമായ കൽബ് തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.